നമുക്കൊപ്പം ഇപ്പോൾ കോൺഗ്രസ് നേതാവ് ജ്യോതികുമാർ ചാമക്കാല കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഇതിപ്പോൾ കോടതി പറയുന്ന കാര്യം വളരെ ക്ലിയർ ആണ്. സ്ഥിര നിയമനം വേണം, അല്ലാതെ താൽക്കാലിക VC-മാർ പോലെ നമ്മുടെ സർവകലാശാലകളിൽ. അതിപ്പോൾ കോൺഗ്രസ് ആണെങ്കിലും ശരി, CPM ആണെങ്കിലും ശരി, പറയുന്നൊരു കാര്യമാണ്. നമ്മുടെ സർവകലാശാലകൾ, നമ്മുടെ അക്കാദമിക് അതിന്റെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ഈ സർവകലാശാലകളിൽ ഒരു താൽക്കാലിക VC-ആണോ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്നൊരു ചോദ്യമുണ്ട്. കോടതി അടിവരയിട്ട് പറയുന്നു സ്ഥിര നിയമനം വേണമെന്ന്. നോക്കൂ, ഈ സംസ്ഥാനത്ത് നമുക്കറിയാവുന്നതുപോലെ 13-12 സർവകലാശാലകളിൽ സ്ഥിരം വൈസ് ചാൻസലർമാരില്ല. ഇവിടെ ഒരു താൽക്കാലിക വൈസ് ചാൻസലറെ നിയമിക്കുന്നതിനെ സംബന്ധിച്ചുള്ള തർക്കമാണ് ഇപ്പോൾ കോടതിയുടെ മുന്നിൽ വന്നിട്ടുള്ളത്. താൽക്കാലിക വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നതിന് സർക്കാർ നൽകുന്ന പാനലിൽ നിന്ന് വൈസ് ചാൻസലർ ഒരാളെ നിയമിക്കണം എന്നാണ് ഈ പറഞ്ഞിരിക്കുന്ന ഡിജിറ്റൽ സർവകലാശാലയിലും KTUവിലും ഒക്കെ അതിന്റെ ആക്ടിൽ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ അതിന് വിരുദ്ധമായി ചാൻസലർ നടപടിയെടുത്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു തീരുമാനം സിംഗിൾ ബെഞ്ച് നേരത്തെ പ്രഖ്യാപിക്കുകയും അതിനെതിരായി നൽകിയിട്ടുള്ള അപ്പീൽ ഇപ്പോൾ തള്ളുകയും ചെയ്തിട്ടുള്ളത്. ഇവിടെ അടിസ്ഥാനപരമായി പ്രശ്നം, ഈ ജഡ്ജിമെന്റിലെ ഏറ്റവും കാതലായ വിഷയം കേരള സർവകലാശാലകളിൽ പെർമനന്റായ വൈസ് ചാൻസലർ വേണം എന്നുള്ളതാണ്. ഈ പെർമനന്റായ വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നതിന് ചില സർവകലാശാലകളിലും നിയമ ഭേദഗതി തന്നെ വേണ്ടതായിട്ടുണ്ട്. കാരണം ഈ അടുത്ത സമയത്ത് സുപ്രീം കോടതിയിൽ വന്നിട്ടുള്ള ജഡ്ജിമെന്റിന്റെ പിൻബലത്തിൽ സർക്കാരിനെ നേരിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഈ വൈസ് ചാൻസലർമാരുടെ നിയമനത്തിൽ ഇടപെടാൻ കഴിയില്ല എന്ന് സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ KTU ഉൾപ്പെടെയുള്ള സർവകലാശാലകളിൽ നിയമ ആക്ടിലെ അമെന്റ്മെന്റ് വന്നാൽ മാത്രമേ അത് കഴിയുള്ളൂ. പക്ഷെ കേരള ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട കൺവെൻഷണൽ യൂണിവേഴ്സിറ്റികളിൽ ഉറപ്പായും വൈസ് ചാൻസലറെ നിയോഗിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നത് സർക്കാരും അതുപോലെ തന്നെ ചാൻസലറും തമ്മിലുള്ള വാശി തന്നെയാണ്. ഇവിടെ സെർച്ച് കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് സർക്കാർ ആര് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എന്നതിനെ സംബന്ധിച്ച് പോലും തർക്കം നിൽക്കുകയാണ്. ഇത്രയും കാലം ഇല്ലാത്ത തർക്കം ഇപ്പോൾ ഉണ്ടായത് എങ്ങനെയാണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോയിന്റിംഗ് അതോറിറ്റി ചാൻസലർ ആയിരിക്കെ സ്വാഭാവികമായും ചാൻസലർ തന്നെയാണ് ഇത്തരത്തിൽ സെർച്ച് കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. പക്ഷേ ആ സെർച്ച് കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സർവകലാശാലയിൽ നിന്നുള്ള പ്രതിനിധികളെ ഉൾപ്പെടെ കൊടുക്കേണ്ടതുണ്ടെങ്കിലും സർക്കാരിന്റെ ഭാഗമായി നിന്നുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഇത്തരത്തിൽ സെർച്ച് കമ്മിറ്റിയിലേക്ക് അംഗങ്ങളെ നൽകാത്തത് മൂലമാണ് ഇത്തരത്തിൽ സെർച്ച് കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട തർക്കമുണ്ടാകുന്നത്. അതിലൂടെയാണ് അംഗങ്ങളെ ഒരു പാനലൊക്കെ സർക്കാർ നൽകിയിട്ടുണ്ടല്ലോ ശ്രീ ജ്യോതികുമാർ ചാമക്കാല. ഇപ്പോൾ ഡിജിറ്റൽ VC-യുടെ കാര്യം നോക്കുകയാണെങ്കിൽ സജി ഗോപിനാഥ് കാലാവധി പൂർത്തിയാക്കിയപ്പോൾ വിനോദ് കുമാർ ജേക്കബിന്റെയും PR ഷാലിജിന്റെയും ഒക്കെ അടങ്ങുന്ന ഒരു പാനൽ സർക്കാർ നൽകിയിരുന്നു. അവർക്ക് യോഗ്യതയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് താൽക്കാലിക VC നിയമനത്തിലേക്ക് പോയത്. ഞാൻ പറഞ്ഞത് അതാണ്, താൽക്കാലിക VC നിയമനത്തിൽ സർക്കാരിന്റെ പാനലിൽ നിന്ന് തന്നെ വേണം. ഞാൻ പറയുന്നത് പെർമനന്റ് VC-യെ സംബന്ധിച്ചാണ്. ഇപ്പോൾ ഹൈക്കോടതി നിങ്ങൾ കാണുന്നത് ഇപ്പോൾ താൽക്കാലിക VC നിയമനത്തിൽ ചാൻസലർ എടുത്ത നിലപാട് തെറ്റ് എന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും അത് സിംഗിൾ ബെഞ്ച് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, ഡിവിഷൻ ബെഞ്ച് ശരിവെച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ചാൻസലർ എടുത്തുള്ള നടപടി തെറ്റ് തന്നെയാണ്. പക്ഷേ ഇവിടെ അടിസ്ഥാനപരമായി ഇന്ന് ഞാൻ ഏറ്റവും സന്തോഷിക്കുന്നത് ഇന്ന് കോടതി പറഞ്ഞിരിക്കുന്ന ഒരു വാചകത്തിലാണ്. അതായത് പെർമനന്റ് വൈസ് ചാൻസലർമാർ വരുന്നതിന് അടിയന്തരമായ നടപടി സ്വീകരിക്കണം. ആ പെർമനന്റ് വൈസ് ചാൻസലർമാർ വരുന്നതിനുള്ള നടപടി സ്വീകരിക്കുന്നതിൽ സർക്കാർ അല്ലെങ്കിൽ ചാൻസലർ പുറകോട്ട് പോകുന്നു. അതിന്റെ കാരണത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത്തരത്തിൽ സെർച്ച് കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സെർച്ച് കമ്മിറ്റിയിൽ ഉണ്ടാകേണ്ട അംഗങ്ങൾ, ആ അംഗങ്ങളെ സംബന്ധിച്ച് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ കേരള സർവകലാശാലയിൽ സെർച്ച് കമ്മിറ്റിയിൽ ഉണ്ടാകേണ്ടത് ഒന്ന് UGCയുടെ നോമിനി, ഒന്ന് ചാൻസലറുടെ നോമിനി, മറ്റൊന്ന് സർവകലാശാല സെനറ്റിന്റെ നോമിനി. ഇവിടെ ഒരു ഘട്ടത്തിൽ പോലും സർവകലാശാല സെനറ്റിന്റെ നോമിനിയെ കൊടുക്കാൻ കേരള സർവകലാശാലയിലെ സെനറ്റ് തയ്യാറായിട്ടില്ല. മറുഭാഗത്ത് ഈ സെർച്ച് കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടതാര്, ഈ സെർച്ച് കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് ഉത്തരവിറക്കേണ്ടതാര് എന്നതിനെ സംബന്ധിച്ച് ചരിത്രത്തിൽ ആദ്യമായി തർക്കമുണ്ടായിരിക്കുന്നു. കാലാകാലങ്ങളിൽ ചാൻസലർ തന്നെയാണ് സെർച്ച് കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാറുള്ളത്. ഇപ്പോഴും ചെയ്യേണ്ടത് ചാൻസലർ തന്നെയാണ്. കാരണം ചാൻസലർ തന്നെയാണ് അപ്പോയിന്റിംഗ് അതോറിറ്റി. അപ്പോൾ അങ്ങനെ സെർച്ച് കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോലും അതിലെ അംഗങ്ങളെ കൊടുക്കാതിരിക്കുന്ന സർക്കാരിന്റെ ഭാഗം, ഇത് RSSും CPM തമ്മിലുള്ള തർക്കത്തിന്റെ ഭാഗമാക്കി മാറ്റിക്കൊണ്ട് ജ്യോതികുമാർ ചാമക്കാല അദ്ദേഹം കാര്യം കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്.